ഹായ്. ടാരറ്റ് കാർഡ് എന്താണെന്നറിയാനും അത് പഠിക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്താണ് ടാരറ്റ് കാർഡ്? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണം? അല്ലെങ്കിൽ എന്താണ് ദോഷം? ഈയൊരു ചോദ്യം ആണ് എന്നെ ഈ വീഡിയോ നിർമ്മിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരുപക്ഷെ നിങ്ങളിവിടെ വന്നതും അതേ പേർപ്പസ് കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടാവാം, അല്ലെങ്കിൽ ടാരറ്റ് കാർഡിനെക്കുറിച്ച് ആഴത്തിലുള്ള താല്പര്യമോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യാദൃശ്ചികമായി നിങ്ങൾ ഇടറി വീഴുകയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ടാരറ്റ് കാർഡുകളെക്കുറിച്ച് അറിയാൻ എന്നെപ്പോലെ ആകാംക്ഷ തോന്നിക്കാണാം. എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ന് കുറച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, പലപ്പോഴും ഭാവി പ്രവചിക്കുന്ന ഒരു ഉപകരണം മാത്രമ എന്ന രീതിയിലാണ് ടാരറ്റ് കാർഡുകളെ പൊതുവിൽ ചിത്രീകരിച്ച് കാണുന്നത്. പക്ഷേ ടാരറ്റ് കാർഡുകളെക്കുറിച്ചുള്ള 3-4 ബുക്കുകൾ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ടാരറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമോ അല്ലെങ്കിൽ ഭാഗ്യം പറയുന്നതിനോ ഉള്ള ഒരു ഉപാധിയല്ല. അതിനപ്പുറം ഒരു ആത്മപരിശോധനയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ഒരു വളർച്ചയ്ക്കോ ഉള്ള ഉപകരണമായിട്ടാണ് അവർ കാണുന്നത്. ഇത് എങ്ങനെയാണ് എന്നാണ് നമുക്കത് ഭയങ്കര സംശയം തോന്നുന്നത്, അല്ലെങ്കിൽ ആകാംക്ഷ. പലപ്പോഴും ടാരറ്റ് കാർഡ് ഡെക്ക് അല്ലെങ്കിൽ ഒരു കാർഡ് എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പരിഗണിക്കാത്ത ചില ഉൾക്കാഴ്ചകളോ അല്ലെങ്കിൽ വീക്ഷണങ്ങളോ തരാൻ ടാരറ്റ് കാർഡിന് കഴിയുന്നു എന്നാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഷവാന ബ്ലഡ് എഴുതിയ ഒരു ബുക്ക് വായിച്ചു നോക്കി. അപ്പോൾ അതിലവർ പറയുന്നത്, വേദനയെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്നതിനും നഷ്ടപ്പെടുകയോ ആശയക്കുഴപ്പത്തിലാകുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത ഘട്ടങ്ങൾ തിരിച്ചറിയുന്നതിനും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനും ടാരറ്റ് ഉപയോഗപ്രദമാകുമെന്നാണ് പറയുന്നത്. അതായത് ഇതിൽ ഭാവി പ്രവചിക്കുന്നതിനെക്കുറിച്ചല്ല അവർ പറയുന്നത്. ദാറ്റ് ഈസ് വെൻ വി ആർ സ്റ്റക്ക് ഇൻ സം പോയിൻ്റ് ഓഫ് അവർ ലൈഫ് വി ക്യാൻ യൂസ് ടാരറ്റ് കാർഡ്സ് ഫോർ ഫൈൻഡിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാരറ്റ് കാർഡുകളുടെ ഉത്ഭവം എന്നുള്ളതാണ് എന്നെ അടുത്തത് പ്രേരിപ്പിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് റൈഡർ ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന 78 ഡെക്കുള്ള ടാരറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ടാരറ്റ് കാർഡ് വായിക്കുന്നതിന് മുമ്പ് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് ടാരറ്റ് പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നത്. അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങൾ വേർതിരിച്ചെടുക്കാനാണ് അത്രേ ടാരറ്റ് കാർഡുകൾ നമ്മളെ സഹായിക്കുന്നത്. മാത്രമല്ല, കാൾ സി യൂങ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന സൈക്കോളജിയുടെ ഒരു ഫ്രോയിഡിൻ്റെ ഒപ്പം കാണുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ ടാരറ്റ് കാർഡുകളുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതായത് ഓരോ ടാരറ്റ് കാർഡും നമ്മുടെ ആത്മാവിൻ്റെ ഒരു കണ്ണാടിയാണെന്ന് പറയുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുള്ള വികാരങ്ങളുടെയും ചിന്തകളുടെയും ഒരു ദൃശ്യ പ്രതിനിധാനമാണത്രേ 78 ടാരറ്റ് കാർഡുകൾ. അങ്ങനെ അതിനെ കാണാവൂ എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ഭാവി പ്രവചിക്കുന്നതിനെ മാത്രമായിട്ട് ഉപയോഗിച്ചാൽ പലപ്പോഴും അത് തെറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ടാരറ്റ് വായിക്കാൻ നമുക്കൊരു പ്രത്യേക മാനസികാവസ്ഥയോ ഒരു ശക്തിയോ ആവശ്യമില്ല. പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ഒരു ഹീലേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും അതിനെപ്പോൾ ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതൊരാൾക്കും കുറച്ച് സമയം കൊണ്ട്, ഒരു 6 മാസം കൊണ്ടോ മുതൽ 12 മാസം കൊണ്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഞാനതിനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ എൻ്റെ ജേണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ആൻഡ് റൈഡർ സ്മിത്ത് ആണ് ആദ്യത്തെ ടാരറ്റ് സിസ്റ്റം 1909 സൃഷ്ടിക്കുന്നത്. അതിനു മുമ്പ് ചൈനയിലാണ് ആദ്യമായി ടാരറ്റ് കാർഡ് ഉപയോഗിച്ചതെന്ന് പറയുന്നു, ചൈനീസ് എംപ്രസിൻ്റെ കാലത്ത്. ഇന്ത്യൻ ഇതിൽ നോക്കുകയാണെങ്കിൽ ആകാശിക് റെക്കോർഡിങ്സ് എന്ന് പറയുന്ന സിസ്റ്റവും ടാരറ്റ് കാർഡുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും 15-ാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും ടാരറ്റ് കാർഡുകൾ യൂറോപ്പിലെത്തിയിരുന്നു. പക്ഷേ ഇതിന് ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ചേർച്ച് അത് പ്രൊഹിബിറ്റ് ചെയ്തു. പക്ഷേ ടാരറ്റ് കാർഡുകൾ ഏറ്റവും ഉപയോഗിച്ചത് അന്ന് പണക്കാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് അതൊരു കളിയായി കൊണ്ടു നടന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ചീട്ട് കളിയായി ടാരറ്റ് കാർഡുകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ നിലനിന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുമാണ് ഇന്ന് കാണുന്ന ടാരറ്റ് കാർഡുകൾക്ക് വിശ്വാസ നിർമ്മിതി നടക്കുന്നത്.
ടാരറ്റ് ഹിസ്റ്റോറിയനായിട്ടുള്ള മൈക്കൽ ഡുമ്മെറ്റ് പറയുന്നത് ടാരറ്റ് കാർഡുകളുടെ നിഗൂഢമായ ഉപയോഗത്തിൻ്റെ ചരിത്രം ഭാഗ്യം പറയലിൻ്റെയും ഉയർന്ന മാന്ത്രികതയുടെയും രണ്ട് ധ്രുവങ്ങൾക്കിടയിലുള്ള ആന്തോളനമാണെന്നാണ്. അവയ്ക്കിടയിലെ വേലി ചിലയിടങ്ങളിൽ തകർന്നിട്ടുണ്ടായെങ്കിലും അത് വേർതിരിക്കുന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടാൽ കഥ മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. ടാരറ്റ് കാർഡുകളുടെ കഥ എന്ന് പറയുന്നത് ആണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അദ്ദേഹം പറയുന്ന ഒരു എന്താ പറയുക, ഒരു വൾഗർ ഫോർച്യൂൺ ടെല്ലിംഗ് എന്ന ഭാഷയാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ഒരു വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ടാരറ്റ് കാർഡുകളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നത് ഈ ചൈനീസ് ഇതിൽ ഷീ ഗോങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷീ എന്ന് പറഞ്ഞാൽ QUI ആണ് സ്പെല്ലിങ്. അതായത് ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളതിന് ജീവശക്തി എന്നാണ് പറയുന്നത്. ഈ ജീവശക്തി അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഈ ലോകത്തിലുള്ള എല്ലാവരിലൂടെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇതേ സിദ്ധാന്തത്തിലാണ് ടാരറ്റ് കാർഡുകളും പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ പേഴ്സണൽ യൂണിവേഴ്സിനെ, സ്വകാര്യമായിട്ടുള്ള ആത്മാവിനെ യൂണിവേഴ്സൽ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാനും നമ്മളെ അടുത്ത വഴിയിലേക്ക് നയിക്കാനും ഇത് നയിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കിത് വളരെ ഒബ്ജക്റ്റീവായിട്ട് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ടാരറ്റ് ഏത് ഡെക്കുകളെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഓരോരോ കാർഡിൻ്റെ മീനിങ് വെച്ച് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മീ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.